അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാബു തതവ്വുഇ ഖിയാം റമളാൻ മിനൽ ഈമാൻ. ഇനിയുള്ള രണ്ട് ബാബുകൾ നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ബാബു തതവ്വുഇ ഖിയാം റമളാൻ മിനൽ ഈമാൻ, മറ്റൊന്ന് ബാബു സൗമി റമളാന ഇഹ്തിസാബൻ മിനൽ ഈമാൻ. റമളാനുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ രണ്ട് ഹദീസുകളാണ് ഈ രണ്ട് ബാബിലായി കൊടുത്തിട്ടുള്ളത്. രണ്ടും അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒന്ന് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഏതൊരുത്തനാണ് ഖാമ റമളാന, റമളാൻ മാസത്തിൽ സുന്നത്തായ സുഹൃതങ്ങളിൽ നിസ്കാരത്തിൽ ആരെങ്കിലും നിരതനായാൽ ഈമാനോടുകൂടി വഹ്തിസാബൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടു. ആ രണ്ട് കണ്ടീഷനാണുള്ളത്. നാല് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല ദോഷങ്ങളെല്ലാം അതുകൊണ്ട് പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന് നേരെ താഴെയുള്ള ബാബു സൗമി റമളാന ഇഹ്തിസാബൻ മിനൽ ഈമാൻ. അവിടെയും ഹദീസിലെ ഒരു വാക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ, മറ്റുള്ളതൊക്കെ അതുപോലെ. അതും അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ എത്തുന്നതിന് മുമ്പ് ഈ രണ്ട് ഹദീസ് വിശ്വാസികളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. ഒന്ന് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റൊന്ന് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ ആരെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങളിൽ മുഴുകിയാൽ ആ ഒറ്റ കാരണത്താൽ അവന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പൊറുക്കുമെന്നും, ആരെങ്കിലും റമളാൻ മാസത്തിൽ മൻ സ്വാമ റമളാന, റമളാനിൽ നോമ്പനുഷ്ഠിച്ച ഈമാനോടുകൂടി വഹ്തിസാബൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടു, എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല തെറ്റുകളെല്ലാം അത് കാരണത്താൽ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത്തരം ഹദീസുകളൊക്കെ ധാരാളമായി റിപ്പോർട്ടുള്ളത് കൊണ്ടാണ് റമളാനെ പൊതുവെ പാരമ്പര്യം വിളിച്ചു വരാറുള്ളത് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന്. അത് റജബിൽ തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. റമളാന്റെ മഹത്വവും റമളാന്റെ വീര്യവും മാർക്കറ്റും മനസ്സിലാക്കാതെ റമളാനിലേക്ക് എത്തിയിട്ടും കാര്യമില്ല. ആ ദുആയുടെ മറ്റൊരു വശം അതാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് റമളാനിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത്. റജബിലും ശഅബാനിലും ബർക്കത്ത് ഇല്ലാതെ റമളാനിലേക്ക് എത്തിയിട്ട് കാര്യമില്ല എന്നൊരു ഞെട്ടേണ്ട സൂചന ആ വാക്കിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ഒന്ന് മൻ ഖാമ റമളാന, മറ്റൊന്ന് മൻ സാമ റമളാന. രണ്ടും ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും അള്ളാഹുവിന്റെ കൂലി മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതിന് ആദ്യം ഹൃദയം അതിന് പാകപ്പെടണം. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, റജബ് എന്നത് ശരീരത്തെ ശുദ്ധീകരിക്കാനും, ശഅബാൻ എന്നത് കൽബിനെ ശുദ്ധീകരിക്കാനും, റമളാൻ എന്നത് റൂഹിനെ ശുദ്ധീകരിക്കാനുമുള്ള മാസമാണ് എന്ന്. ഓരോന്നുണ്ടല്ലേ നമുക്ക്. നമ്മുടെ ഈ സുഖങ്ങളും കാര്യങ്ങളൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ശരീരത്തിന്റെ സുഖം, സന്തോഷം മനസ്സുമായി ബന്ധപ്പെട്ട സന്തോഷം. എന്താ ആനന്ദം മനുഷ്യന്റെ അക്കലുമായി ബന്ധപ്പെട്ടാണ്. പരമാനന്ദം അതവന്റെ റൂഹുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ സന്തോഷമുള്ളതുകൊണ്ട് മറ്റു മൂന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ല സുഖമുള്ളതുകൊണ്ട് മറ്റു മൂന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം സുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമ്മൾ സാധനം വയ്ക്കുന്നില്ല. ശരീരം ഉടമ്പൊക്കെ സുഖമല്ലേ എന്ന് വയ്ക്കാൻ വരും, ശരീരമൊക്കെ സന്തോഷമല്ലേ എന്ന് വയ്ക്കില്ല. നമ്മളെ ശരീരം എങ്ങനെയുണ്ട്, സന്തോഷമല്ലേ എന്ന് വയ്ക്കലുണ്ടോ? വയ്ക്കില്ല. കാരണം സന്തോഷം മനസ്സുമായി ബന്ധപ്പെട്ട. ഞാൻ അതിന്റെ മേലൊന്നുണ്ട് ആനന്ദം, അത് മനുഷ്യന്റെ അക്കലുമായി ബന്ധപ്പെട്ട.
അതിന്റെ മേലുണ്ട് പരമാനന്ദം. അത് റൂഹുമായി ബന്ധപ്പെട്ട. സുഖമുള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടായിക്കൊള്ളുന്നില്ല, സന്തോഷമുള്ളതുകൊണ്ട് ആനന്ദം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആനന്ദമുള്ളതുകൊണ്ട് പരമാനന്ദം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ പരമാനന്ദം ഉണ്ടായാൽ ഇതൊക്കെ ഉണ്ടാവും, മറ്റുള്ളത് മുഴുവനും ഉണ്ടാവും. ശരീരത്തിന് കാര്യമായ സോക്കടും വേദന ഇന്നില്ലെങ്കിൽ ശരീരത്തിന് സുഖമായി. പക്ഷെ അതുകൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുണ്ട്, നല്ല മസിലുണ്ട്, നല്ല അഭ്യാസിയാണ്, പക്ഷെ ഒരു സുഖം എന്ന് പറഞ്ഞില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറി അരിഞ്ഞെടുക്കുകയാണ് ഇത്ര ആൾക്കാരുണ്ട്. കാരണം എന്താ? മനസ്സിന് സന്തോഷമില്ല. മനസ്സിന് സന്തോഷമുള്ളതുകൊണ്ട് അക്കലിന് ആനന്ദം ഉണ്ടായിക്കോണമെന്നില്ല. ആനന്ദം തറക്കുന്ന അക്കലിലേക്കാണ്. അതിന് ബുദ്ധിയിലുള്ള ചിന്തകളും ബുദ്ധിയും ശരിയായി കിട്ടണം. ഇന്ന് കിക്കാൻ തൂക്കാണ് കിടക്കുന്ന ബുദ്ധിയൊക്കെ. പലരുടെയും ബുദ്ധി നേരെ ഇങ്ങനെ ഒടിഞ്ഞു മുറിഞ്ഞെടുക്കുകയാണ്. അതിക്ക് തീരെ സന്തോഷം കയറൂല. റൂഹിനൊരു ആനന്ദം കിട്ടാൻ അത് പരമാനന്ദമാണ്. അത് കിട്ടിയാൽ ഇതെല്ലാം ഉണ്ടാവും. കൃത്യമായ സന്തോഷവും ആനന്ദമുണ്ട്, കൃത്രിമമായ സന്തോഷ ആനന്ദമുണ്ട്. കൃത്രിമമായ ആനന്ദം കാഫറിനുണ്ടാവും, തമ്മാടിക്കുണ്ടാവും. പക്ഷെ കൃത്യമായ ഒരു ആനന്ദമുണ്ട്, അത് അള്ളാനെ മനസ്സിലാക്കിയ ആൾക്കല്ലാതെ ഉണ്ടാവില്ല. കൃത്രിമമായ ആനന്ദം കിട്ടാനല്ലേ ആളുകൾ കഞ്ചാവ് വെച്ചിടപെടുന്നത്? കൃത്രിമമായ ആനന്ദം കിട്ടാനല്ലേ MDMA കഴിക്കണ്? കൃത്രിമമായ ആനന്ദം കിട്ടാനല്ലേ വ്യഭിചരിക്കണ്? അതുകൊണ്ട് കൃത്രിമമായ കുമിള ആനന്ദം ഉണ്ടാവും, പൊള്ളച്ച് നിൽക്കണ ആനന്ദം. ആ പൊള്ളക്കലാണ്ട് പോവുകയും ചെയ്യും. പിന്നെ നന്നായിട്ട് ദുഃഖാണ് ഈ കാരം. പക്ഷെ കൃത്രിമമായ ആനന്ദമല്ല, കൃത്യമായ ആനന്ദമുണ്ട്. അത് കിട്ടൽ അല അറിയണേ വിധിക്കില്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമാണ്. അതിന് ഇവിടെ തന്നെ തുടങ്ങണം. റജബ് മുതൽ ഇവിടുന്ന് തള്ളിയിട്ട് അങ്ങനെ പോകണം. ഷാബാലിലൂടെ അങ്ങനെയാണ്. റമദാന്റെ ചന്ദ്രക്കൽ അങ്ങനെ കാണുമ്പോ വിശ്വാസികളുടെ ഹൃദയത്തിൽ ആദ്യത്തെ റമദാന്റെ രാവിലെ തന്നെ ഉണ്ട് ഒരു ആനന്ദം കണ്ട് ഉയർകൊള്ളാൻ അനുഭവമാണ്. റമദാന്റെ മാസം കണ്ടോ അല്ലാ, പിന്നൊരു തറാവിയും ഒരു പോക്കാണ്. അതിന് ഇവിടുന്ന് തുടങ്ങണം. അവിടെയാണ് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നത് അനുഭവിക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട 2 ഹെഡിങ് വളരെ പ്രധാനമാണ്. ഒന്ന് ബാബു തതവ്വുഇ ഖിയാമി റമദാന മിനൽ ഈമാൻ, മറ്റൊന്ന് ബാബു സൗമി റമദാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ. രണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒന്ന് മൻ സാമ റമദാന, ഈ 2 ഹദീസും മനസ്സിൽ നിന്നുണ്ടാകുന്നതല്ല. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. 1. 2 മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമദാനിന് വേണ്ടി റജബിൽ തന്നെ ഒരുക്കം നേരത്തെ അത്യാവശ്യമാണ്. നമ്മളൊരു ചാട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, കാര്യത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, കളിയിൽ പങ്കെടുക്കുകയാണെങ്കിലും റിഹേഴ്സൽ എന്നത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നേരത്തെ ഒരു പരിശീലനം ഉണ്ടാവും. ചാടുന്നാള് ആ കാറിന്റെ അവിടെ വന്നിട്ട് അല്ലെങ്കിൽ ആ വടിയുടെ അവിടെ വന്നിട്ട് അങ്ങോട്ട് ചാടുകയല്ല ചെയ്യുക. അവിടുന്ന് ചാടിയിട്ട് ജയിക്കണമെങ്കിൽ കുറച്ച് പുറത്തും കൊണ്ട് ഓടണം. ആർക്കും അറിയണല്ലേ? ഓടി വന്ന് ചാടിയല്ലേ ജയിക്കുള്ളൂ. അല്ല ആരെങ്കിലും നിങ്ങൾ കണ്ട ചാട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾ അവിടുന്ന് ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക, ഞാൻ ചാടാൻ പോകട്ടോ, നിങ്ങളെല്ലാരും ദ്വാരക്കണം, അള്ളാനെ കരുതി ദ്വാരക്കണം, നിങ്ങൾ ഞാൻ പോവാ. എവിടേക്ക്? ചാടാൻ പോവാണ്. എന്നിട്ട് അവിടെ വരെ വയന അങ്ങനെ നടക്കുക. അവിടുന്ന് ചാടി ഇന്ന് വരെ ആരെങ്കിലും ജയിച്ചിക്കണം. ഇങ്ങനെ തന്നെയാണ് റമദാൻ 1 മുതൽ തറാവി കൊണ്ടാണ് നന്നായി കിട്ടണം. റമദാൻ 1 അങ്ങോട്ട് സ്റ്റഡിയാന്ന് കരുതുന്ന എല്ലാ ആൾക്കാരും കഴിയൂല, ഒരിക്കലും കഴിയൂല, തീർച്ചയായിട്ടും കഴിയില്ല. അതുകൊണ്ടാലോ പല പള്ളിയിലും റമദാൻ 1 കോണിക്കൂട്ടിൽ പേപ്പർ വെച്ചിട്ട് തറാവിസ്കരിക്കുന്ന ആൾക്കാരെ കാണാം. റമദാൻ 1 സെക്രട്ടറി ഉസ്താദിനോട് അറിയാം, ഉസ്താദ് ഇയാതി പോക്കാണെങ്കിൽ പള്ളിയൊക്കെ പൊളിച്ചോന്നാക്കേണ്ടി വരുമല്ലോ. വണ്ടി ഒന്നായിട്ട് നിറഞ്ഞിക്കണം, പിന്നെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല. ഉസ്താദ് വിവരമുള്ള ആളാണെങ്കിൽ പറയും ഇങ്ങനെ. പിന്നെ മനസ്സിലായോ? പൊളിക്കണ്ട, ഒരു 3 ദിവസം ഉണ്ടാവും എന്നറിയും. അതന്നെ എനിക്ക്. അതെന്താ? നേരത്തെ ഓടാത്തോണ്ടാണ്, റജബിൽ തുടങ്ങാത്തോണ്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടുന്ന് തുടങ്ങിക്കൊള്ളി. ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടടം മുതൽ തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه. واغفر لنا يا غفار وانصرنا يا نصير واشفنا يا شافي واستر عيوبنا يا ستار وافتح لنا يا فتاح واقض حوائجنا يا قاضي الحاجات وأد ديوننا يا قاضي الديون. اللهم ارحمنا يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا وهاب يا ستار يا وهاب يا كريم يا قديم يا الله برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة لنا ولمن دفنوا حول هذا المسجد ولوالدينا ولجميع المسلمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.